നമ്മളിന്ന് പുതിയതായി റിലീസ് ചെയ്ത ഒരു ഓൺഗോയിങ് കൊറിയൻ സീരീസ് ആണ് കാണാൻ പോകുന്നത്. സൈറൻസ് കിസ് എന്നാണ് ഡ്രാമയുടെ പേര്. ഒരു റൊമാൻറ്റിക് മിസ്റ്ററി ത്രില്ലർ ഡ്രാമയാണിത്. സോ നമുക്ക് വേഗം അതിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു മെറ്റൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളെ കാണിക്കാണ്. അദ്ദേഹം എന്തോ ലിക്വിഡിൽ കൈമുക്കി സ്വന്തം കൈ തന്നെ മെഷീൻ വെച്ച് മുറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷെ അയാളെ കൊണ്ട് അതിനുള്ള ധൈര്യം വരുന്നുണ്ടാവില്ല. ഈ ടൈം വേറൊരാൾ അവിടേക്ക് വരും. തന്റെ ഇൻഷുറൻസ് പേപ്പറൊക്കെ ശരിയാക്കിയിട്ടുണ്ട്, വേഗം ആവട്ടെ എന്ന് പറയുമ്പോൾ അയാൾ സ്വയം തന്റെ വിരലുകള് മുറിക്കുന്നതും കാണിച്ച് കട്ട് ചെയ്ത നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. സിയോക്ക് എന്നാണ് അവന്റെ പേര്. പണത്തിനു വേണ്ടി മനുഷ്യരെ കൊല്ലാനടക്കം മടിയില്ലാത്തവർ ഒരുപാടുണ്ട്. അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യാന്നുള്ളതാണ് ഹീറോയുടെ ജോലി. അവൻ ഇപ്പൊ വരുന്നത് നേരത്തെ ഒരാളെ കൈ മുറിക്കാൻ പ്രേരിപ്പിച്ചവന്റെ അടുത്തേക്കാണ്. അയാൾ ഒരു സലൂണിൽ റെസ്റ്റ് എടുക്കുന്നതിനിടെ സിയോക്ക് ചെന്ന് ചുമ്മാ അടിക്കുകയാണ് അവനെ. കാര്യം എന്താണെന്നൊക്കെ അടിയൊരു വിധമായിട്ടാണ് പറയാ. പുതിയൊരു ഇൻഷുറൻസ് പ്ലാനും കൂടി കിട്ടിയല്ലോ, ഞാൻ നിന്റെ എത്ര വിരലാടാ മുറിക്കേണ്ടതെന്ന് ചോദിച്ച് ബ്ലേഡും പിടിച്ച് നിൽക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്ത ഇതിലെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹാൻ എന്നാണ് അവളുടെ പേര്. അവളുടെ കയ്യിലും പലതരത്തിലുള്ള കത്തികളുള്ളതായി കാണിക്കുന്നുണ്ട്. അതിലോരോന്നും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടെ കൈ മുറിയുന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടാണ് അവളെ കാണിക്കുന്നുണ്ടാവുക. പിന്നീടുള്ള സീനിൽ ഹീറോ പോയി ഇടിച്ചവനെ പോലീസ് അറസ്റ്റ് ചെയ്തതായി കാണിക്കും. വർക്കേഴ്സിന്റെ കോമ്പൻസേഷൻ ക്ലെയിം കിട്ടാൻ വേണ്ടി തന്റെ കമ്പനിയിലെ ഒരുപാട് ജോലിക്കാരെ കൊണ്ട് അയാൾ ഇങ്ങനെ കൈവിരൽ മുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി കിട്ടുന്ന ഇൻഷുറൻസ് മണിന്ന് നല്ലൊരു എമൗണ്ട് ഇവൻ കൈക്കലാക്കും. അങ്ങനെ അവസാനം ഹീറോ കാരണം അവന് ശിക്ഷ കിട്ടി. കട്ട് ചെയ്ത സിയോക്ക് അവന്റെ ഓഫീസിലേക്ക് പോവാണ്. അവനൊരു പോലീസ് ഓഫീസർ ആണെന്ന് വിചാരിക്കുമെങ്കിലും പുള്ളി വർക്ക് ചെയ്യുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയിലായിരുന്നു. ഓഫീസിലേക്ക് ചെന്നവടെ നീ എന്തിനാ ഈ കേസൊക്കെ നേരിട്ട് ഇടപെടാൻ പോണേ, ഇതെല്ലാം പോലീസ് നോക്കിക്കോളൂലേ എന്ന് കൊളീഗ് ചോദിക്കുമ്പോ അവരെത്തുമ്പോഴേക്കും അവൻ രക്ഷപ്പെട്ടിരുന്നെങ്കിലോ എന്ന് ഹീറോ. ഈ സമയം ചെറിന്ന് പറഞ്ഞൊരു കൊച്ചിന്റെ കേസും പറഞ്ഞ അസിസ്റ്റന്റ് വരും. അങ്ങനെ ഹീറോ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുക. ആ കൊച്ചിന് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായി. പോലീസിന്റെ മുന്നിൽ കിടന്നി കരയുന്നത് അവളുടെ അമ്മയായിരുന്നു. സാരില്ല, നിങ്ങൾ ഇൻഷുറൻസ് എടുത്തത് ഭാഗ്യമായി എന്നാ പോലീസുകാരൻ പറഞ്ഞത് കേട്ട് സിയോക്ക് അവരെ ഒന്ന് നോക്കിയതും അമ്മ പെട്ടെന്ന് അങ്ങ് കരച്ചിലെടുത്തു. ആ കൊച്ചിന്റെ ശരീരത്തില് 40% പൊള്ളല് പറ്റിയിട്ടുണ്ടായിരുന്നു. 1 വർഷം മുമ്പ് ഇതേ പെൺകുട്ടിയുടെ ഒരു ഇൻഷുറൻസ് കേസ് സിയോക്ക് ഡീൽ ചെയ്തിട്ടുണ്ടായി. അവളുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് സിയോക്ക് കാണാൻ ചെന്നിരുന്നു. ഒരുപാട് നേരം കണ്ണു തിരുമ്മിയിട്ട് പിറ്റേ ദിവസം തൊട്ട് കണ്ണ് കാണാതായെന്ന ആദ്യം പറഞ്ഞെങ്കിലും അവളുടെ സംസാരത്തിൽ നിന്ന് സത്യം അതല്ലാന്ന് അവന് മനസ്സിലായി. കൊച്ചിന്റെ അമ്മയും അച്ഛനും ഡിവോഴ്സ്ഡും ആണ്. ഇത്തവണ അവളുടെ അവസ്ഥ കണ്ട് കരച്ചില് വന്ന് നിൽക്കുമ്പോ ഇപ്രാവശ്യം സത്യമായിട്ടും ഇതൊരു ആക്സിഡന്റ് ആണ്. ന്യൂഡിൽസ് കഴിക്കാൻ എടുത്തപ്പോ കൈ തട്ടി ചൂടുള്ളത് എന്റെ മേത്തേക്ക് വീണു എന്നാണ് ആ കൊച്ചു പറയാ. അതും സത്യമല്ലെന്ന് അവന് മനസ്സിലായതുകൊണ്ട് തന്നെ സിയോക്ക് നേരെ ആ കൊച്ചിന്റെ അമ്മയെ കാണാനായിരുന്നു പോയത്. ഇൻഷുറൻസ് കിട്ടുന്ന ഉറപ്പായതുകൊണ്ട് തന്നെ പുതിയ കാറ് ബുക്ക് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് അവരുണ്ടാവുക. ആദ്യം കുഞ്ഞിന്റെ കണ്ണ് കളഞ്ഞു. ഇപ്പൊ നീ അവളെ പൊള്ളിച്ചല്ലേ, നീയൊക്കെ ഒരു അമ്മയാണോ? ഇത്രയും ക്രൂരതകൾ അതിനോട് ചെയ്തിട്ടും നിന്നെ രക്ഷിക്കാനാണ് ആ പാവം ശ്രമിക്കുന്നതെന്ന് പറയാണ്. പോലീസുകാർക്കടക്കം ഒരു കുഴപ്പമില്ലല്ലോ, നിനക്ക് എന്തിന്റെ പ്രശ്നമാണെന്നൊക്കെ അവര് ചോദിക്കുന്നതായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ വൈകാതെ അറിയുന്നും പറഞ്ഞു പോവാണ് അവൻ. അടുത്ത സീനിൽ ഹീറോയിനെയാണ് കാണിക്കുക. ഹാൻ വർക്ക് ചെയ്യുന്ന റോയൽ ഓപ്ഷൻ കമ്പനിയുടെ പെയിന്റിങ്സിന്റെ ഒക്കെ പബ്ലിക് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവൾക്കാണ് അതിന്റെ മെയിൻ ഇൻചാർജ് ഉള്ളത്. ഹാൻ കഴിഞ്ഞ അവിടെ അസിസ്റ്റന്റ് ഓപ്ഷണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ലേഡിയാണിത്. പേര് കിം ചുൾ. ഈ ടൈം ഹാൻ ഒരു കത്തിയും എടുത്തു വന്ന് അതിലൊരു പെയിന്റിംഗ് ആകെ കീറി നശിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും ഇത് കണ്ട് ഷോക്കായി നിൽക്കുന്ന ടൈം വേഗത അവിടെ നിന്ന് മാറ്റാൻ പറയാണ് അവള്. നീ ഇതെന്താ കാണിച്ചെന്ന് കിംചുള് ചോദിക്കുമ്പോ അതൊരു ഫേക്ക് പീസ് ആണെന്ന് ശരിക്കും നീ അറിഞ്ഞിട്ടില്ല എന്നാണോ? അത് വരച്ചു എന്ന് പറയുന്ന ആളിപ്പോ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. ഒരു ബ്രഷ് പോലും പിടിക്കാൻ അയാൾക്ക് പറ്റില്ല. ഇതെങ്ങാനും വിറ്റ് പോരുന്നെങ്കിൽ പിന്നീട് അത് കമ്പനിക്ക് മോശക്കേടായനെ, അത് നിനക്കും പ്രശ്നമായനെന്നും പറഞ്ഞ് പോവാണെന്നിട്ട് അവർ രണ്ടുപേരും അത്ര നല്ല ടേംസിലല്ല. അവിടെ സീങ്കട്ടായി സിയോക്ക് അവന്റെ ചേച്ചിയുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്നിടത്തേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അവന്റെ ചേച്ചീനെയും ഇൻഷുറൻസ് മണി കിട്ടാൻ വേണ്ടി ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് കൊന്നതായിരുന്നു. അഭിനയിക്കുന്നതിനിടയിലും തന്റെ ഉദ്ദേശം നടന്നതിന്റെ സന്തോഷച്ചിരി ഉണ്ടാവും അയാളുടെ മുഖത്ത്. ആക്സിഡന്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നതിന് കാര്യമായിട്ടുള്ള തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാൾക്ക് വേറെ 1 വർഷമേ ജയിലിൽ കിടക്കേണ്ടി വരുള്ളൂ. ആ ഒരു സംഭവം കൊണ്ടാണ് ഇപ്പൊ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഫ്രോഡ് കേസുകളും അവൻ അന്വേഷിക്കാൻ നടക്കുന്നത്. ചേച്ചിയെ കൊന്ന് കാശ് തട്ടി എടുത്തിട്ടും അവൻ അതിന്റെ ഒരു തരി കുറ്റബോധം ഉണ്ടാവില്ല. ഒറ്റയ്ക്കായതാണെങ്കിൽ സിയോക്കും. അവൻ ആകെ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിയോക്ക് ഈ നോക്കി നിൽക്കുന്നത് ആ ബോയ് ഫ്രണ്ട് ഹ്യുൻസുന്റെ പാരന്റ്സിന്റെ കടയാണ്. അവിടെ കട്ട് ചെയ്ത ഹാന്റെ കമ്പനിയിൽ പബ്ലിക് സെയിൽ നടക്കുന്നതാണ് കാണിക്കുന്നത്. ഡ്രോയിങ്സിന്റെ ഒക്കെ സെയിൽ പ്രൈസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹാൻ. ഇത് ലീക്ക് കാണുന്ന ആളാണ് മെയിൻ VIP. അങ്ങനെ ലേലം തുടങ്ങി ഓരോരുത്തരും അത് വിളിച്ചെടുക്കാനുള്ള തിരക്കിലാണിപ്പോ. അങ്ങനെ ഒരുപാട് തവണ മാറി മാറി പോവെങ്കിലും അവസാനം ഇവൻ തന്നെയാണ് ആ ലേലം ജയിക്കുക. ഇയാളുടെ പേര് പാർക്ക് എന്നാണ്. പുള്ളിക്ക് ഹാനിന് ഒരു നോട്ടമുള്ള പോലെ ഉണ്ട്. അങ്ങനെ ലേലത്തിന് ശേഷം അവരൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. കിം ചുൾ ആണെങ്കിൽ ആ സംഭവത്തിന് ശേഷം ഭയങ്കര ദേഷ്യത്തിലായിരിക്കും.
കാരണം അവള് കൊണ്ടുവന്ന ഡ്രോയിങ് പീസാണ് ഹാൻ ഒഴിവാക്കിയത്. ഹാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫ്രണ്ടും കിംചുളിനെ പറ്റിയാണ് പറയുന്നുണ്ടാവുക. അവളുടെ പെരുമാറ്റം ഒന്നും തനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ. ശേഷം ഹാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. എന്തൊക്കെയോ സ്ട്രെസ് ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ നേരം പാർക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. ലേലം ജയിക്കാൻ തന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറയുമ്പോ, ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ, ആ പീസ് എന്ത് വില കൊടുത്തും താങ്കൾ വാങ്ങുന്ന എനിക്ക് തോന്നിയിരുന്നു, താങ്കൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും പരിചയപ്പെടുന്നതിനിടെ ഒരു പണച്ചാക്കിനെ ചാക്കിലാക്കിയാലോ എന്ന് കരുതി കിംചുൾ ഇടിച്ചേറി പരിചയപ്പെടാൻ വരും. ഹാൻ അതോടെ പോയതുകൊണ്ട് തന്നെ പാർക്കിന് ഇവള് വന്നത് ഒട്ടും ഇഷ്ടാവില്ല. കിംചുൾ കൊടുത്ത അവളുടെ ബിസിനസ് കാർഡൊക്കെ ചുരുട്ടി കൂട്ടിക്കളഞ്ഞ് അവളെ ചീത്തയും വിളിച്ചു പോവാണ് അവിടുന്ന്. കിംചുൾ ആണെങ്കിൽ പാർക്ക് ഇൻസൾട്ട് ചെയ്തതിന്റെ ദേഷ്യം തീർക്കാൻ ഹാന്റെ അടുത്തേക്കാണ് വരാം. അവൾ ഈ ടൈം ആങ്സൈറ്റിക്കും സ്ട്രെസ്സിനൊക്കെ ഉള്ള മെഡിസിൻ കഴിക്കാൻ പോവായിരുന്നെങ്കിലും കിംചുളിനെ കാണുമ്പോൾ അത് ഒളിപ്പിച്ചു വെക്കും. നിന്നെ നല്ല ആൽക്കഹോളിന്റെ സ്മെല്ലുണ്ട്, ക്ലയന്റിനോട് സംസാരിക്കുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കണമെന്ന് ഹാൻ പറയുമ്പോ, നിനക്ക് എങ്ങനെ ഇത്ര നന്നായി അഭിനയിക്കാൻ പറ്റുന്നേ, നിന്റെ രഹസ്യം പുറത്തറിഞ്ഞ എന്ത് സംഭവിക്കുന്ന അറിയോന്ന് കിംചുളും ഭീഷണിപ്പെടുത്തുമ്പോ ഹാനും തിരിച്ച് അവളെ കളിയാക്കി സംസാരിക്കാണ്. അതൊട്ടും ഇഷ്ടപ്പെടാത്തോണ്ട് തന്നെ ആ ദേഷ്യത്തില് കിംചുള് ഹീറോയെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് കാണിക്കുക. ഇൻഷുറൻസ് മണിക്ക് വേണ്ടി നടന്നൊരു കൊലപാതകത്തെ പറ്റിയാണ് പറയാനുള്ളതെന്നും പോലീസിനെ വിശ്വാസം ഇല്ലാത്തോണ്ടാണ് മറ്റുള്ളവരുടെ അടുത്തുനിന്ന് അന്വേഷിച്ചപ്പോ താങ്കളെ പറ്റി അറിഞ്ഞ് തന്നെ കോണ്ടാക്ട് ചെയ്തെന്ന് പറയും. കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് പറയാന്നും പറഞ്ഞ് ഓഫീസിന്റെ അഡ്രസ്സും കൊടുക്കുന്നുണ്ട്. അവൻ അങ്ങനെ രാത്രി തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് വീട്ടിൽ അവന്റെ ഫ്രണ്ട് കിടന്നുറങ്ങുന്നതാണ്. പുള്ളിക്കാരി ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ ക്ഷീണത്തില് വീട്ടിൽ പോവാതെ അടുത്തുള്ള ഇവന്റെ വീട്ടിൽ വന്നാണ് കിടക്കുക. ഇൻഷുറൻസ് കേസ് എന്നും പറഞ്ഞ് അവൻ ഇറങ്ങി പോകുന്ന കണ്ടതും അവളും കൂടെ ചെല്ലും. സെയിം ടൈം കിംചുള് താഴേക്ക് ഇറങ്ങാൻ നോക്കുമ്പോ അവളെ ആരും അകത്തേക്ക് തള്ളുന്നതായി കാണിച്ച് കട്ട് ചെയ്ത സിയോക്ക് ഇതിനകം അവിടേക്ക് എത്തിയിട്ടുണ്ടായി. കിംചുളിനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് തന്നെ അകത്തേക്ക് കയറാൻ നിൽക്കുന്ന ടൈം മേളിലെ ഗ്ലാസ് പാനലിലേക്ക് എന്തോ വന്ന് വീഴാണ്. നോക്കുമ്പോ കിംചുളായിരുന്നു അത്. എല്ലാവരും ഇത് കണ്ട് തരിച്ചു നിൽക്കുന്ന സമയം സിയോക്ക് തന്റെ നമ്പർ അവളുടെ ഫോണിൽ റിങ് ചെയ്യുന്നത് കണ്ടാണ് ഒന്നുകൂടി ഷോക്കാവാ. തന്നെ കുറച്ചു സമയം മുമ്പ് വിളിച്ച അതേ സ്ത്രീയാണിതെന്ന് അറിഞ്ഞതും അവനും ഷോക്കായി പോവും. തൊട്ടടുത്ത സീനിൽ ഹാനെയാണ് കാണിക്കുക. അവൾ തന്റെ പേഴ്സണൽ സ്പേസിലിരുന്ന് ചെറിയ കൊത്തുപണികളോ മറ്റോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത പോസ്റ്റ്മോർട്ടം നടക്കുന്നതും വീണ സ്ഥലം പരിശോധിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. സാധാരണ സ്ലിപ്പായി വീണതോ സൂയിസൈഡോ ആണെങ്കിൽ ബോഡി ഇടുന്ന സ്ഥലത്തേക്ക് ഔട്ടർ വാളിൽ നിന്ന് 6 ഫീറ്റ് ഡിസ്റ്റൻസേ ഉണ്ടാവാറുള്ളൂ. ഇത് 10 ഫീറ്റ് ഉണ്ടെന്ന് കൊളീഗ് പറയുമ്പോൾ കിംചുളിന്റെ അന്നത്തെ ദിവസത്തെ പറ്റി മൊത്തം അന്വേഷിക്കാൻ പറയാണ് ഹീറോയുടെ ഫ്രണ്ട്. യോങ് എന്നാണ് അവളുടെ പേര്. ഓട്ടോപ്സി റിപ്പോർട്ടിലാണെങ്കിൽ കൊലപാതകത്തിൻ്റെതായ തെളിവൊന്നുമില്ല. ചെറിയൊരു ലീഡുള്ളത് ഫെയിൻഡ് ആയ ഒരു ഹെമറേജ് ആണ്. കഴുത്ത് ഞെരിയോ മറ്റോ ചെയ്തിട്ടാണ് അത് ഉണ്ടാവുന്നതെന്ന് ഡോക്ടർ പറയും. കട്ട് ചെയ്ത് കാണിക്കുന്നത് യോങ്ങിന്റെ സീനിയർ ഓഫീസറിനെയാണ്. മരിച്ചുപോയ ലേഡി ഇൻഷുറൻസ് ഫ്രോഡ് കേസ് പറയാൻ വിളിച്ച കാര്യമൊക്കെ ഇവൾ അയാളോട് പറയുമ്പോ, വിളിച്ചത് സിയോക്കിനെ ആവോ അല്ലേ, ഈ കേസിൽ നീ അവനെ ഇടപെടാൻ അനുവദിക്കണ്ട, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല, കാരണം അവന്റെ ചേച്ചിനെ കൊന്നു എന്ന് പറഞ്ഞവൻ രക്ഷപ്പെടാൻ കാരണം ഞാനാണെന്നല്ലേ അവൻ വിശ്വസിക്കുന്നേ, അതുകൊണ്ട് നീ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ശേഷം ഹീറോ വീണ്ടും ചെറിന്ന് പറഞ്ഞ കൊച്ചിനെ കാണാൻ വന്നേക്കായിരിക്കും. ഇത് അവളുടെ അമ്മ മനഃപൂർവ്വം ചെയ്തതാണെന്ന് അവൻ പോലീസിനോട് പറഞ്ഞതനുസരിച്ച് അവരതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും ആ കൊച്ചു ഇപ്പോഴും അല്ല എന്നാണ് പറയുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവർക്കും അവർക്കെതിരായ ആക്ഷൻ എടുക്കാനൊന്നും പറ്റില്ല എന്ന് ഓഫീസർ പറയും. അവിടെ സിംഗട്ടായി കിംചുളിന്റെ കൊളീഗ്സ് അവളുടെ ഫ്യൂണറലിന് പോകുന്നതാണ് കാണിക്കുക. ഈ സമയം കിംചുളിന്റെ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഹാനോട് പറഞ്ഞ ലേഡി ഇവരെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ അന്ന് അവളെ പിന്നിലേക്ക് തള്ളി മാറ്റിയത് ഇവരാണെന്ന് കാണിക്കും. ഉള്ളിൽ എന്തോ ഒളിക്കുന്ന പോലെ. പിന്നീട് സിയോക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കിംചുളിന്റെ ഒക്കെ കമ്പനിയിലേക്കാണ് വരാം. പെർമിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തോണ്ട് തന്നെ സിയോക്ക് അവന്റെ രീതിക്ക് ഒരു കണക്കിന് ഇവരുടെ കമ്പനി ഫ്ലോറിലും എത്തും. അങ്ങനെ അവിടെയൊക്കെ സെർച്ച് ചെയ്ത് നടക്കുന്ന ടൈം ആരോ വരുന്ന സൗണ്ട് കേട്ട് മാറി നിൽക്കാണ് അവൻ. ഈ സമയം ഹാൻ അവന്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിന്ന് അവനെ തന്നെ നോക്കി നിൽക്കും. ശേഷം മുടിയൊക്കെ ശരിയാക്കി നടന്നു പോവാണ്. അത് കഴിഞ്ഞ് അവൻ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ നിന്ന് അതൊരു മിറർ മാത്രമായിരുന്നു എന്ന് കാണാം. അതായത് ഹാനിനെ ഇവൻ കണ്ടെങ്കിലും ഹാൻ സിയോക്കിനെ കണ്ടിട്ടില്ല. അവള് നേരെ പോയത് കമ്പനിയുടെ ഓണർ മാഡത്തിന്റെ അടുത്തേക്കായിരുന്നു. അവര് നേരെ 2 കത്തിയൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യായിരിക്കും. തന്റെ കമ്പനിയിലെ സ്റ്റാഫാണല്ലോ മരിച്ചത്, അപ്പൊ അത് പ്രശ്നമാവോ ഇല്ലെന്നൊക്കെ ടോസ് ഇട്ട് നോക്കുന്ന പോലെ കത്തിയുടെ ഡയറക്ഷനൊക്കെ നോക്കി എന്തൊക്കെയോ പറയുന്ന ടൈം പോലീസ് ചോദ്യം ചെയ്യാൻ വരുന്നുണ്ടെന്ന് മാനേജർ പറയും. ഈ സമയം തന്നെ തന്റെ ശ്രദ്ധക്കുറവിന് ഹാൻ അവരോട് മാപ്പ് പറയാണ്. എല്ലാ റെസ്പോൺസിബിലിറ്റീസും പോലീസിനെ ഡീൽ ചെയ്യുന്നതും ഞാൻ നോക്കിക്കോളാന്ന് പറയണമെന്നിട്ട്. അതിനാ മാനേജർ സമ്മതിക്കുന്നില്ലെങ്കിലും ബോസ് ഓക്കെ പറയും. അതനുസരിച്ച് ഹാൻ ആണ് പോലീസിന്റെ അടുത്തേക്ക് പോവാ. ശേഷം കിംചുളിന് ഓഫീസിൽ എന്താ പോസ്റ്റ്, അവള് ഹാന്റെ കൊളീഗാണോ, അങ്ങനെ അന്ന് നടന്ന ഇവന്റിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാണ് അവര്. സിയോക്ക് ഇതേ സമയം കിംചുൾ അവനെ കോൾ ചെയ്തിരുന്ന ആ എമർജൻസി സ്റ്റെയറിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായി. പക്ഷെ അവിടെ ഒന്നും CCTV ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ചെന്ന് എത്തുന്നത് റൂഫ് ടോപ്പിലേക്കാണ്. അങ്ങനെ ഇപ്പൊ കിംചുള് വീണ സ്ഥലത്ത് നിന്ന് നോക്കാണവൻ. പക്ഷെ അവിടെ നിന്നും പ്രത്യേകിച്ചൊന്നും കിട്ടില്ല.
ഇവരിവിടെ അന്ന് ഇവന്റിന് വന്നവരുടെ ഒക്കെ ഡീറ്റെയിൽസ് വേണമെന്ന് പറയുമ്പോൾ VIPസിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ഓർഡർ ആയിട്ട് വന്ന അപ്പ ആലോചിക്കാന്ന് ഹാൻ പറഞ്ഞത് കേട്ട് ഇതൊരു കൊലപാതകം ആവാനും ചെയ്തത് അന്ന് ഇവന്റിനുണ്ടായ ഒരാളാവാനും നല്ല ചാൻസ് ഉണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് പ്രധാനം VIP ആണോന്ന് യോങ് ചോദിക്കും. കാരണം അവൾക്ക് ഹാന്റെ മറുപടി തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കിം ചുളു മരിച്ച സമയം നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഹാൻ മറുപടി കൊടുക്കാത്തത് കണ്ട് എന്താ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണോ എന്ന് ചോദിക്കാണ്. ഈ ടൈം ഞാൻ എന്റെ ഓഫീസിലായിരുന്നു എന്നും പറഞ്ഞ് അവള് പോവും. അവരുടെ അടുത്ത് എയർ പിടിച്ച് നിന്നെങ്കിലും വാഷ്റൂമിൽ ചെന്ന് പേടിച്ച് വരച്ച് മെഡിസിൻ എടുത്ത് കഴിക്കുകയാണെന്നിട്ട്. ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് ഇവര് വരുന്ന അതേ ടൈമിലാണ് സിയോക്കും തിരിച്ചിറങ്ങാം. അങ്ങനെ രണ്ടുപേരും നേരിട്ട് കണ്ടതും ഒന്നും രണ്ടും പറഞ്ഞ് സിയോക്കും സീനിയറും കൂടി വഴക്കാവും. പണത്തിന് വേണ്ടി ഹീറോയുടെ ചേച്ചിയുടെ കേസ് അട്ടിമറിച്ചെന്നുള്ള കാര്യം വെച്ച് സിയോക്ക് അയാളെ ഇടയ്ക്കിടയ്ക്ക് ആക്കി സംസാരിക്കാറുണ്ട്. ശേഷം ഈ കേസിന്റെ ഒരു ഇൻഫർമേഷൻ പോലും ഇവനോട് ഷെയർ ചെയ്യരുതെന്നും പറഞ്ഞ് പോവാണ് ആള്. പക്ഷെ സിയോക്ക് വിളിച്ച് ചോദിക്കുമ്പോ ഇന്ന് ചോദ്യം ചെയ്ത ഡീറ്റെയിൽസും ഹാനിനെയും കിം ചുളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ യോങ് അവൻ അയച്ചു കൊടുക്കും. അതിൽ കൂടുതൽ അവൻ ഹാനിനെ പറ്റി തന്നെയായിരിക്കും നോക്കുന്നുണ്ടാവുക. അവിടെ സിംഗട്ടായി സിയോക്ക് കിം ചുളിലെ ഫ്യൂണറൽ ഹാളിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ തന്നെ ഹാനും അങ്ങോട്ടേക്ക് വരുന്ന അവൻ ശ്രദ്ധിക്കും. ഇതേ സമയം തന്നെ കിം ചുളിന്റെ കൊളീഗ്സ് അവളെ പറ്റി ഓർത്ത് കരഞ്ഞിട്ട് ഓരോന്നൊക്കെ പറയുന്നത് കേൾക്കാണവൻ. നേരത്തെ കാണിച്ച മാനേജർ ഹാനിനെ പുറത്താക്കി ആ സ്ഥാനത്തേക്ക് കിം ചുളിനെ പ്രൊമോട്ട് ചെയ്യാന്നൊക്കെ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു എന്നൊക്കെ. ഇതും കേട്ടിരിക്കുന്നതിനിടെ ഹാൻ പോകുന്ന കണ്ടതും പിന്നാലെ ചെല്ലാണവൻ. അങ്ങനെ അവൾ കാർ ഓണാക്കാൻ നോക്കുമ്പോ പറ്റുന്നില്ല എന്ന് കണ്ട് ബാറ്ററി ഇഷ്യൂ ആയിരിക്കും പറഞ്ഞ് സിയോക്ക് വരും. ശേഷം അവൻ കാറിന്റെ ഡോർ ഓപ്പൺ ആക്കി കൊടുക്കുകയും ചെയ്യാണ്. ആദ്യമായിട്ടുള്ള മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഹാനും സിയോക്കിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് രാത്രിയും സിയോക്ക് ഈ കേസിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആദ്യം ഹാന്റെ പേരിൽ വല്ല ഇൻഷുറൻസ് പ്ലാനോ മറ്റോ ഉണ്ടോന്നാണ് നോക്കുക. അന്നേരം സോങ് എന്ന് പറഞ്ഞ ഒരാളുടെ ഇൻഷുറൻസിൽ ബെനിഫിഷ്യറി ആയി ഹാന്റെ പേരാണ് ഉണ്ടാവുക. അവള് സോങ്ങിന്റെ ഫിയാൻസെ ആയിരുന്നു. പക്ഷെ അവസാന നിമിഷം ആ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്ന് കണ്ട് എന്തൊക്കെയോ സംശയം തോന്നി അതിലെ നമ്പറിലേക്ക് വിളിച്ചു നോക്കാണവൻ. ഇന്നേരം കോൾ എടുക്കുന്നത് സോങ്ങിന്റെ അമ്മയായിരിക്കും. അപ്പോഴാണ് സോങ് 10 ദിവസം മുമ്പ് മരിച്ചുപോയി എന്നറിയാം. അത് കേട്ട് ഷോക്കായി നിൽക്കുന്ന ഹീറോനെയും സോങ്ങിന്റെ ഫോട്ടോയൊക്കെ കാണിച്ച് കട്ട് ചെയ്ത ഹാൻ ഇവിടെ സോങ്ങിന്റെ ഒപ്പം നടന്ന എൻഗേജ്മെന്റ് വീഡിയോ ഇരുന്ന് കാണുന്ന സീനാണ്. ശേഷം ആകെ മൂഡ് ഓഫ് ആയി വിഷമിച്ച് ഹാൻ തന്റെ ബാൽക്കണിയിൽ നിൽക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്ത പിറ്റേ ദിവസം ഓഫീസിൽ വെച്ചും സോങ്ങിന്റെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് പറയുന്നതിനിടെ അത് VIPകൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലാൻ ആണെന്നും അതിന്റെ നെറ്റ്വർത്തും ഹൈ എമൗണ്ട് ആണെന്ന് കേട്ട് അപ്പൊ ഇത് തന്നെ ആയിരിക്കും കിം ചുളു പറഞ്ഞ ഇൻഷുറൻസ് കേസ് എന്നും പറഞ്ഞ് ഹീറോ പോവും. ഓ അപ്പോഴേക്കും അവന്റെ ഡിറ്റക്റ്റീവ് മോഡ് ഓൺ ആയെന്ന് പറയാണ് കോളീഗ്. അപ്പോ സിയോക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ യോങ്ങിനോടും കൂടി പറയാനാണ് പോവാ. സോങ്ങിന്റെ ഡെത്തിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാനും പറയും. പക്ഷേ ഈ കേസിലൊരു വ്യത്യാസമുണ്ട്. സോങ് മരിക്കുന്നതിന് കുറച്ചു മുന്നായി ആ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്തിരുന്നു. എന്താ കാരണം എന്നൊന്നും അറിയില്ല. അന്വേഷിക്കാന്നും പറഞ്ഞ് അവൻ വീണ്ടും അവരുടെ ഓഫീസിലേക്കാണ് ചെല്ലുക. ആ സമയം ഫ്രണ്ട് അവന് സോങ്ങിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് അയച്ചു കൊടുക്കും. യാച്ച് ആക്സിഡന്റ് ആയിട്ട് സോങ് മുങ്ങി മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതും നോക്കി നേരിട്ട് ഹാനിനെ മീറ്റ് ചെയ്യാനും ചെല്ലുന്നുണ്ട്. താനൊരു ഇൻഷുറൻസ് ഇൻവെസ്റ്റിഗേറ്റർ ആണെന്നും കിം ചുളിന്റെ ഇൻഷുറൻസ് പ്രൊസീഡ് ചെയ്യണതിന് മുമ്പ് ഡീറ്റെയിൽസ് അറിയാൻ വന്നാണെന്ന് പറയുമ്പോ ചോദ്യം കേട്ട പോലീസിനെ പോലെ ഉണ്ടെന്ന് അവള്. കിം ചുളും നിങ്ങളും തമ്മിൽ ഓപ്ഷണർ പൊസിഷന് വേണ്ടി ഒരു മത്സരം ഉണ്ടായിരുന്നല്ലേ, അത് പോലീസിനോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അതിനവളെ ഞാൻ എന്റെ എതിരാളിയായി പോലും കണ്ടിട്ടില്ല എന്നാണ് ഹാൻ പറയാ. പിന്നീട് അവൻ അവളുടെ സാലറിനെ പറ്റിയും VIPസിനായിട്ട് ഡീൽ ചെയ്യുന്ന ജോലിനെ പറ്റിയൊക്കെ ചോദിച്ച് വീണ്ടും ഹാൻ പോവാൻ നിൽക്കുന്നതിനിടെ സോങ്ങിന്റെ പേര് പറഞ്ഞതും അവളൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. പെട്ടെന്ന് കട്ട് ചെയ്ത് സ്റ്റേഷനില് യോങ്ങിനൊരു കോള് വരുന്നതായാണ് കാണിക്കുന്നത്. വിളിച്ചതൊരു ലേഡി ആണെങ്കിലും അവള് തന്റെ ഫോണിലെ വോയിസ് റെക്കോർഡാണ് ഫോൺ വഴി കേൾപ്പിക്കുക. അതൊരു ആണിന്റെ ശബ്ദമായിരുന്നു. കിം ചുളു സൂയിസൈഡ് ചെയ്തതല്ല, അതൊരു കൊലപാതകമാണെന്നായിരുന്നു യോങ് കേട്ടത്. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ആ ലേഡി ഫോൺ വെക്കുകയും ചെയ്യും. കട്ട് ചെയ്ത് വീണ്ടും ഹാനിനെ കാണിച്ച വലിയ ബിസിനസ് മാനും റെസ്റ്റോറന്റ് ഓണറൊക്കെ ആയ സോങ്ങുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഫിയാൻസെ ആയിരുന്നു എന്ന് അവള് പറയുന്നുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് കുറച്ചു മുന്നേ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്ത കാര്യം അപ്പൊ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഹാനിന് ഇതിനകം കോടികൾ കിട്ടിയാനല്ലേ. പക്ഷെ എങ്ങനെ ആയാലും ഇൻഷുറൻസിന്റെ പ്രീപെയ്ഡ് എമൗണ്ട് സോങ്ങിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുമെന്ന് പറയുമ്പോൾ ആ ക്യാഷ് ഞാൻ അടിച്ചെടുക്കുന്നാണോ താൻ പറഞ്ഞു വരുന്നത്? ഇൻഷുറൻസിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ കൊന്നുന്നാണോ എന്ന് ചോദിക്കാണ് അവള്. അതുപോട്ടെ കിം ചുളിന്റെ മരണവും എന്റെ ഫിയാൻസയുടെ മരണവും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആരും പറഞ്ഞതല്ല, എനിക്കത് സ്വയം തോന്നിയതാണെന്ന് സിയോക്ക് പറയുന്നതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഈ ടൈം അന്ന് കിം ചുൾ അവിടേക്ക് വീണ ആ സീൻ കാണിക്കുകയാണ്. നേരെ മുകളിലേക്ക് നോക്കിയാ ആ സമയം അവിടെ ഹാൻ നിൽക്കുന്നതായി കാണിച്ചാണ് ശരിക്കും എപ്പിസോഡ് എൻഡ് ആവുന്നത്. കിം ചുളിനെ കൊന്നത് ഹാൻ തന്നെയാണോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക്